സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. പാലക്കാട് ഉഷ്ണതരംഗം തുടരുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ടാണ്. കൊല്ലം, തൃശൂർ ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ 3 മുതൽ 5 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലായതിനാൽ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. 5 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. അതൊരു ആശ്വാസമായി തുടരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അലമീനുണ്ട് ആദ്യം. അതിനൊപ്പം തന്നെ മറ്റു പ്രതിനിധികളും നമ്മെ കാത്തു നിൽക്കുകയാണ്. ആദ്യം അലമീൻ എവിടെയാണ് നിൽക്കുന്നത്? റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ അവിടെ. നികേഷ്, തിരുവനന്തപുരത്ത് നമുക്കറിയാം നഗരം സ്മാർട്ടാക്കാനായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി നഗരം മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇഴഞ്ഞിഴിഞ്ഞ് നീങ്ങുന്ന സാഹചര്യത്തിൽ വലിയ വിവാദമായിരുന്നു. അപ്പോൾ പിന്നീട് ഈ പണി പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടി കൂടുതൽ ജോലിക്കാരെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ ഇറക്കി പണി വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്തുള്ളത്. ആ ജോലിക്കാരെയാണ് നമ്മൾ കാണുന്നത്. അവർ രാപ്പകലില്ലാതെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 12 മണിക്കും 3 മണിക്കും ഇടയിൽ പണി പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇവർ പണിയെടുക്കുന്നുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഉരുകി ഒലിച്ചുകൊണ്ട് ചുട്ടുപൊള്ളുന്ന ചൂടത്തും അവർ പണി തുടരുന്നൊരു സാഹചര്യം തന്നെയാണ്. ഈ വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്നത് കൊണ്ട് അവരെങ്ങനെ പണി നിർത്തിവെച്ച് മുന്നോട്ട് പോകണമെന്നും പ്രായോഗികമല്ല. അതോടൊപ്പം നികേഷ്, ഒരു പുതിയ വിവരം കൂടി ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് നിലവിൽ ഈ പറഞ്ഞ ഉഷ്ണതരംഗം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊല്ലം ജില്ലയിലും ഉഷ്ണതരംഗ സാധ്യത തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരം. ഈ അടുത്ത 24 മണിക്കൂർ കൂടി ഉഷ്ണതരംഗ സാഹചര്യം തുടരും. അത് കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ആ സാധ്യത ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് ഈ 3 ജില്ലകളിൽ മാത്രമല്ല മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ ചുട്ടുപൊള്ളുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഈ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അപ്പോൾ ട്രാഫിക് പോലീസ് അവരും ഒരു ഭാഗത്ത് കൃത്യമായുണ്ട്. കാരണം ഈ മേഖലയിലൊക്കെ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക്, ഈ റോഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഗതാഗതമുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഗതാഗത കുരുക്ക്, തിരക്കുള്ള റോഡാണ്, തിരക്കുള്ള മേഖലകളാണ്. ഒരുപാട് ഓഫീസുകൾ, കമ്മീഷണർ ഓഫീസും DGP ഓഫീസും ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല ഓഫീസുകളും ഉള്ള മേഖലയാണ്. ഇവിടേക്കൊക്കെ നിരവധി വാഹനങ്ങൾ വരുന്നതുകൊണ്ട് ട്രാഫിക് പോലീസുകാരും കൃത്യമായി തന്നെ ഉണ്ട്. ചേട്ടാ, ഈ ചൂട് എങ്ങനെയുണ്ട്? ചൂട് നല്ല ചൂടാണ്. ചൂടത്താണ് ബാഗും തൂക്കി ഹെൽമെറ്റ് വെച്ച് ഫുൾ കൈ കെട്ടൊക്കെ പോകുമ്പോഴത്തേനും വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ റോഡ് പണിയും കൂടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പിന്നെ വളരെ പാടാണ്. അതെ, അത്തരത്തിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ കാണാം, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ബാഗ് തൂക്കിയിട്ടുണ്ട്, ഫുൾ സ്ലീവ് ഷർട്ടാണ്, ഒപ്പം ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്. കാരണം ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും ചൂടിൽ നിന്നുള്ള മറ്റു പ്രശ്നങ്ങൾ തൊലിക്കൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ്. പക്ഷേ നമുക്ക് സാധാരണഗതിയിൽ തന്നെ നിൽക്കുമ്പോൾ ഉരുകി ഒലിക്കുന്നൊരു സാഹചര്യം, അതിനിടയിൽ ഇത്തരത്തിൽ കൂടുതൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സാഹചര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ പൊടിയടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇവരൊക്കെ പണിയെടുക്കുന്ന രീതി കൂടി നമുക്ക് കാണാവുന്ന ഒരു സാഹചര്യമാണ്. ഭായ്, ടെമ്പറേച്ചർ കൈസേ? टेम्परेचर जास्ती है, ज़्यादा है, बहुत ज़्यादा है, सहन नहीं होता है इधर, बहुत ज़्यादा है टेम्परेचर। आपका स्थिति क्या है? आपका स्थिति क्या है? स्थिति हाल ज़्यादा अच्छा नहीं है। वो ज़्यादा टेम्परेचर होने की वजह से थोड़ा मुश्किल होता है काम करने के. വലിയ ചൂടാണ്, അതിലൊട്ടും സുഖമില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നമുക്കത് കാണാം. അവർ ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് ദിവസങ്ങളായി ഈ ജോലി ഇങ്ങനെ തുടരുന്നത്, രാപ്പകൽ വ്യത്യാസമില്ലാതെ അവർ ജോലിയുമായി മുന്നോട്ട് പോവുകയാണ്. ട്രാഫിക് പോലീസുകാരൊക്കെ നിൽക്കുന്നതും നമുക്കവരെ കാണാം. ചില ആളുകളൊക്കെ ഈ കയ്യിലൊക്കെ ഗ്ലൗസ് ധരിച്ചും തൊട്ടപ്പുറത്തൊക്കെ നിൽക്കുന്നവരുണ്ട്. സ്വാഭാവികമായും ഈ വസ്ത്രങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിൽക്കുമ്പോഴുണ്ടാകുന്നൊരു അസഹനീയമായ അവസ്ഥ കൂടി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നികേഷ്, അങ്ങനെ സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ വിധത്തിലാണ് കാഴ്ചകൾ. അത് പല രീതിയിലാണ് പലയിടത്തും എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ സാഹചര്യം ഇനിയുള്ള ദിവസങ്ങളിലും തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ചൂടിനെ നമുക്കൊരു ദൃശ്യങ്ങളിൽ കാണാം. ഒരു ചേട്ടൻ ഒരു ഓഫീസിലേക്ക് പോകാനായിട്ട് വരികയാണ്. കർച്ചീഫ് വെച്ച് തലയ്ക്ക് വിയർപ്പൊക്കെ തുടച്ച് മാറ്റി വരുന്നൊരു സാഹചര്യം. കാരണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉരുകി ഒലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനോടൊപ്പം നമുക്കിപ്പോൾ ഈ പൊടിയൊക്കെ കാണാം. ഈ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ വലിയ രീതിയിലുള്ള പൊടി ഉയരുന്നുണ്ട്. അത് കാറിനകത്ത് AC ഒക്കെ ഇട്ട് പോകുമ്പോൾ കുഴപ്പമില്ല. കാൽനടയായി പോകുന്നവരും അതുപോലെ തന്നെ ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരും അവരും ഈ ചൂടും പൊടിയും അടിച്ച് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നഗരത്തിലൂടെ കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പണി കൂടുതലായതുകൊണ്ട് തന്നെ പൊടിയും ഈ പകൽ സമയത്ത് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ചൂടും സാഹചര്യം